നമ്മുടെ ഈ സ്കൂളിന്റെ 2 പില്ലേഴ്സ്, ഈ സ്കൂളിന്റെ നെടുന്തൂണുകൾ, അത് ഒരു ലോക്കൽ മാനേജർ അങ്ങനെ പറയണമെങ്കിൽ സാധാരണ ഒരു സ്കൂളിൽ പ്രവർത്തിക്കുന്ന പ്രഥമാധ്യാപകരും അധ്യാപകരുമായിട്ടൊക്കെ പല കാര്യങ്ങളിലും ഷണ്ടറുള്ള അകൽച്ചി ഒക്കെ സർവ്വസാധാരണമാണ് സ്കൂളുകളിൽ. എന്നാൽ എന്തുകൊണ്ടാണ് ഞാനത് എനിക്കും ഈ സ്കൂളിലും ഈ നാടിനും അതൊരു ഭീകരമായ നഷ്ടമാണെന്ന് പറയാൻ കാരണം, പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്ററായി പ്രവർത്തിക്കുന്ന സോജി സാറും സീനിയർ അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ജോസ് സാറും വളരെ 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 എത്ര വർദ്ധിച്ചാലും മതിയാകുന്നില്ല, അവരെ റീപ്ലേസ് ചെയ്യാൻ ആള് ഇല്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ പുതുവർഷത്തിലേക്ക് അടുത്ത അക്കാദമിക് ഇയറിലേക്ക് പ്രവേശിക്കേണ്ടത്. പ്രിയപ്പെട്ട സോജി സാർ എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. ഈ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഉപരി ഞങ്ങൾ തമ്മിൽ ആഴമായ ഒരു ബന്ധം നിലനിൽക്കാനായിട്ടായിരുന്നു. ഇവരെ ബന്ധത്തിന് കാരണം ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഇതിനെ അടുപ്പം? അതൊറ്റ കാര്യമുള്ളൂ, ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല, സ്വാർത്ഥ താല്പര്യങ്ങളില്ല, പൊളിറ്റിക്സ് ഇല്ല, രാഷ്ട്രീയമില്ല. ഇവിടുത്തെ അധ്യാപകരെ കുറിച്ച് ഞാൻ ഈ സ്കൂളിന്റെ ലോക്കൽ മാനേജറായിരുന്ന സന്ദർഭമാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ളത്. കാരണം അത് ഒരു സംഘർഷങ്ങളുമില്ലാതെ ഒറ്റ ചരടിൽ പോകുന്ന മുത്തുകളെ പോലെ ഇവിടെ നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നത് കാണുമ്പോൾ അതിന് പിന്നിൽ ഒരു പ്രഥമ അധ്യാപകന് നല്ലൊരു റോളുണ്ട്. സാർ വളരെ ബോൾഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ചില വെല്ലുവിളികൾ കൊണ്ട് ആളുകൾക്ക് വന്നു, കഴിവില്ലാത്ത കാര്യങ്ങൾ. പക്ഷെ സാർ വളരെ ചേർന്നായിട്ട് നിന്നത് ഞങ്ങളുടെ മാനേജ്മെന്റിന് ലഭിച്ച ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. ഇന്നും ഈ സ്കൂൾ വളരെ തലയുയർത്തി നിൽക്കുന്നത്, ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നമുക്ക് പ്രാപ്യമായത് ഒരു നല്ല കപ്പിത്താൻ ഈ സ്കൂളിലുണ്ടായതുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും സോജി സാറിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. സാറിന് ഈ സമയം എല്ലാ ആശംസകളും ഞാൻ എന്റെ വ്യക്തിപരമായ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ നേരിടുന്നു. സാറിനെ കൂടുതൽ അനുഗ്രഹിക്കുന്ന വിശ്രമ ജീവിതത്തിൽ പറയുന്നുവെങ്കിലും നമ്മുടെ സഭയിലും സമൂഹത്തിലൊക്കെ ഈ പ്രവർത്തിക്കാൻ ഇടയാകട്ടെ. ഈ സ്കൂളിനെ സാറിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തീർച്ചയായും പറയാം. അതുകൊണ്ട് സാറിന്റെ സേവനങ്ങൾ ഇനിയും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട ജോസ് സാർ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെ പറയട്ടെ, വിദേശ സഹോദരനെ പോലെ തന്നെയുള്ള സ്നേഹവും വാത്സല്യവും. ഞാൻ ഒരു പേഴ്സണൽ ഫീലിംഗ് പറയുന്നത്, ഈ പ്രായത്തിൽ ഉള്ളവരെ കാണുന്നത് എനിക്കൊരു വലിയ ആശ്വാസവും സന്തോഷവുമാണ്. ഇവിടെ ഇരിക്കുന്ന ജോൺസൺ സാർ, പ്രസാദ് സാർ, ഇവരൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അത്രയും ഈ ബന്ധം വരാനായിട്ടുള്ള കാരണം എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായി. 1998 എന്റെ സഹോദരൻ യോഗത്തിൽ ഒരു മാറ്റം. അത് ഞാൻ ഒരു ഡിഗ്രി വിദ്യാർത്ഥി. അന്ന് നേരിട്ട ദൈവം ശക്തിപ്പെടുത്തിയാൽ അതേ പ്രായത്തിലുള്ളവരെ ഇവിടെ കാണുമ്പോഴും എന്റെ സ്വന്തം ജ്യേഷ്ഠനോടുള്ള സ്വാതന്ത്ര്യമാണ്. അവരൊരിക്കലും എനിക്ക് പാലഘട്ടത്തിലെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. ഈ 3 വർഷങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ 2 പേരും പോയിരിക്കുന്ന ആളുകളൊക്കെ ജ്യേഷ്ഠത്തിനായി സ്നേഹിക്കുന്ന കരുതുന്ന പ്രിയപ്പെട്ടവരാണ്. ഇമോഷണലായി ക്ഷമിക്കുകയാണ്. വാക്കുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ അതിന് ജീവൻ ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും കൂടെ പ്രിയ സോജി സാറിന്, പ്രിയപ്പെട്ട ജോസ് സാറിന് ഈ സ്കൂളിന്റെ നെടുന്തൂണായി വളരെ മാത്രമായി സേവനം നൽകിയ ആളുകളെ നമ്മളോട് സ്നേഹിക്കുന്നു. നമ്മൾ ഏതോ സിനിമയിൽ കേൾക്കുന്നത് പോലെ the show must move on. ഇവിടെ ഇവരെ വെല്ലുവിളിക്കുന്നത് പറഞ്ഞ സ്കൂൾ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇനി വരുന്ന ആളുകളെയും സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ച് അത് ഈ നാട്ടുകാരോടും PTA ഒക്കെയാണ്, ഈ അധ്യാപകരോടുമാണ് ഞാൻ പറയുന്നത്. ഇനി ഇവർക്ക് റീപ്ലേസ് ചെയ്യുന്ന ആളുകൾക്കും വേണ്ട കരുതലും സ്നേഹവും ഒക്കെ നമ്മൾ കൊടുക്കുക. അവരെ നമ്മൾ സ്വീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്നു.